ചിത്രം ഒന്ന് ശ്രദ്ധിച്ചേ. ഇതിൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിച്ചത് എന്താണ്? അദ്ദേഹത്തിനൊരു പല്ലില്ല എന്നുള്ളതല്ലേ. പക്ഷെ ഒന്നുകൂടി നോക്കിയേ, ഈ ചിത്രത്തിൽ അയാൾക്കൊരു പിരികം കൂടി മിസ്സിംഗ് ആണ്. അത്രത്തോളം നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒന്നാണ് ഒരാളുടെ ചിരിയും അതുപോലെ തന്നെ പല്ലുകളും. എങ്ങനെയാണ് നല്ല ചിരിയും നല്ല പല്ലുകളും അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നത്? നമ്മളിപ്പോൾ കാണുന്ന പല സെലിബ്രിറ്റീസിനും ഇതുപോലെ മനോഹരമായ ചിരികളൊന്നും ആയിരുന്നില്ല കേട്ടോ. ഇത് അവർ സ്മൈൽ മേക്ക് ഓവർ അല്ലെങ്കിൽ സ്മൈൽ ഡിസൈനിങ് പോലെയുള്ള പല ട്രീറ്റ്മെന്റുകളും ചെയ്തിട്ടാണ് ഇതുപോലെ ഇംപ്രൂവ് ആക്കി എടുത്തിട്ടുള്ളത്. ഇതിൽ റൊണാൾഡോ, ടോം ക്രൂസ് തുടങ്ങിയ ഒട്ടനവധി ഹോളിവുഡ്, ബോളിവുഡ് നടീനടന്മാരുണ്ട്. മനോഹരമായ ചിരി അല്ലെങ്കിൽ മനോഹരമായിട്ടുള്ള ഒരു സ്മൈല് നമുക്ക് തരുന്ന കോൺഫിഡൻസ് ചെറുതല്ല. പല കുട്ടികൾക്കും ചെറുപ്രായത്തിൽ പല്ല് കേടായി പോയി മുന്നിലത്തെ പല്ലുകളൊക്കെ വളരെ മോശമാണെങ്കിൽ അവരിൽ പൊതുവെ കോൺഫിഡൻസ് കുറവായിട്ട് കാണാറുണ്ട്. ചിരി മോശമായിട്ടുള്ള ആൾക്കാരിൽ അല്ലെങ്കിൽ പല്ലിൽ എന്തെങ്കിലും ഡിസോർഡേഴ്സ്, അതുപോലെ ചുണ്ടിൽ വ്യത്യാസങ്ങൾ, ചിരിയിൽ പ്രശ്നങ്ങളുള്ളവരിൽ പലപ്പോഴും വാ പൊത്തി ചിരിക്കാറുണ്ട്. അല്ലെങ്കിൽ അവരുടെ കോൺഫിഡൻസിനെ അത് അഫക്റ്റ് ചെയ്യുന്നത് വലിയ രീതിയിൽ തന്നെ നമുക്ക് പലരിലും കാണാൻ സാധിക്കാറുണ്ട്. അതുപോലെ തന്നെ സ്മൈൽ കറക്ഷൻ കഴിഞ്ഞിട്ട് ഇവരുടെ കോൺഫിഡൻസ് 10 മടങ്ങ് വർദ്ധിച്ചതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. മനസ്സ് തുറന്ന് അതുപോലെ തന്നെ സന്തോഷത്തോടുകൂടി ചിരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കാറുണ്ട്. അപ്പൊ എന്താണ് സ്മൈൽ ഡിസൈനിങ്? എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? ഇതിന്റെ ചിലവുകൾ എത്രയാണ്? ഇതൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാം. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ അജ്ന സലീം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്മൈൽ ഡിസൈനിങ്ങിനെയും സ്മൈൽ മേക്ക് ഓവറിനെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. പേഷ്യന്റിന്റെ ആവശ്യം എന്താണെന്നുള്ളത് അനുസരിച്ചിട്ടാണ് നമ്മൾ ഏത് രീതിയിലുള്ള സ്മൈൽ കറക്ഷൻ വേണമെന്ന് ഡിസൈഡ് ചെയ്യുന്നത്. ചില ആൾക്കാരിൽ പല്ലിന്റെ വിസിബിലിറ്റി ഭയങ്കര കൂടുതലായിരിക്കും. അതായത് പല്ലുകൾക്ക് ഒരുപാട് വലിപ്പമുള്ളതായിരിക്കും. പക്ഷെ മുഖം ചെറുതായത് കാരണം പല്ല് ചിരിക്കുമ്പോൾ അത് വലിയൊരു അഭംഗിയായിട്ട് തോന്നാറുണ്ട്. എന്നാൽ ചില ആൾക്കാരിൽ പല്ലിന്റെ വിസിബിലിറ്റി കുറവായിരിക്കും. എന്നാൽ ചില ആൾക്കാരിൽ പല്ലിന്റെ വിസിബിലിറ്റി എല്ലാം പ്രോപ്പർ ആയിരിക്കും. പക്ഷെ പല്ലിന്റെ പ്രപ്പോർഷൻസ് ഡിഫറെന്റ് ആയിരിക്കും. അതായത് മുന്നിലുള്ള പല്ലുകളുടെ ഒരു 80% വേണം ലാറ്ററൽ ഇൻസൈസർ, അതായത് ഈ പല്ലുകൾ. അത് ചിലപ്പോൾ വലിപ്പം കുറവായിരിക്കാം, അല്ലെങ്കിൽ വലിപ്പം കൂടുതലായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പല്ലിന് മാത്രം വലിപ്പം കുറവ് കാണാം. ഇങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ കാണാറുണ്ട്. ചിലരിൽ അവിടെ ഓവറായിട്ട് ചിരിക്കുമ്പോൾ മോണ കാണുന്നതായിരിക്കും പ്രശ്നം. അത് ചിലപ്പോൾ ഒരു മൈനർ ആയിട്ടുള്ള ഒരു ജിഞ്ചേവൽ ക്രൗൺ ലെങ്തനിങ് പ്രൊസീജിയറിന്റെ ആവശ്യമേ വരത്തുള്ളായിരിക്കും. മറ്റു ചിലരിലാവട്ടെ മോണയുടെ ഓവറായിട്ടുള്ള വളർച്ചയായിരിക്കാം പ്രശ്നം, അല്ലെങ്കിൽ മോണയുടെ പ്രശ്നമായിരിക്കാം ഉണ്ടായിരിക്കുക. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും അല്ലാതെ തന്നെ പല്ല് പൊട്ടിപ്പോയ കേസിലും, ചിലർക്ക് ഡെന്റൽ ഫ്ലൂറോസിസ് സിവിയർ ആയിട്ടുള്ള കേസ്, അതായത് പല്ലിന് അമിതമായിട്ട് മഞ്ഞ നിറം അവർ കോൺഫിഡൻസിനെ അത് അഫക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ പല്ലിൽ ഇതുപോലെ എന്തെങ്കിലും ഇനാമൽ ഡിഫക്റ്റുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഡെന്റൈൻ ഡിഫക്റ്റുകളൊക്കെ ഉള്ള പേഷ്യന്റിൽ നമ്മൾ സ്മൈൽ മേക്ക് ഓവേഴ്സ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ചില ആൾക്കാരിൽ ഭയങ്കരമായിട്ട് കളർ ഡിഫറൻസ് കാണാറുണ്ട്. അത് ചിലപ്പോൾ അവർ കഴിച്ച മരുന്നുകളുടെ ആയിരിക്കാം, അല്ലെങ്കിൽ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ അമ്മ കഴിച്ച മരുന്നുകളുടെ എഫക്റ്റ് കുട്ടിയിൽ ഉണ്ടായതായിരിക്കാം. അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള പല്ലിൽ ചേഞ്ചസ് വരാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ചേഞ്ചസിൽ നമ്മൾ സ്മൈൽ മേക്ക് ഓവറുകൾ ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പേഷ്യന്റിന്റെ നീഡ് അനുസരിച്ചാണ് നമ്മൾ ഏത് സ്മൈൽ മേക്ക് ഓവർ ആണ് വേണ്ടതെന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ചിരിക്ക് നമ്മുടെ ചുണ്ടും അതുപോലെ മോണയും താടിയെല്ലുകളും പല്ലിന്റെ വിസിബിലിറ്റി ഇതെല്ലാം തന്നെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. പേഷ്യന്റിന്റെ നീഡ് അനുസരിച്ച് പല്ലിന്റെ മാത്രം കറക്ഷൻ മതിയോ? അത് ചിലർക്ക് ലിപ്പ് സൈസ് കുറവായിരിക്കും, ചിലർക്ക് ലിപ്പ് സൈസ് കൂടുതലായിരിക്കും. അപ്പോൾ അത് അവരുടെ കോൺഫിഡൻസിനെ എഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ലിപ്പ് കറക്ഷൻസ് നമ്മൾ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ മോണയാണ് കൂടുതൽ വിസിബിലിറ്റി എങ്കിൽ മോണയ്ക്കുള്ള ട്രീറ്റ്മെന്റുകളും ഇതിന്റെ കൂടെ ഇൻക്ലൂഡഡ് ആയിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ എന്താണ് പേഷ്യന്റിന്റെ പ്രശ്നം എന്നുള്ളത് അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ സ്മൈൽ ഡിസൈനിങ് ഏത് രീതിയിലുള്ളത് വേണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. പൊതുവെ നമ്മൾ സ്മൈൽ ഡിസൈനിങ് ചെയ്യുന്നത് വെനീറിംഗ് ആണ് ചെയ്യുക. അതായത് പല്ലിന്റെ പുറമേയുള്ള ഈ ഭാഗം ഒന്ന് സ്മൂത്ത് ചെയ്ത്, അതായത് ഒന്ന് രാഗി ഒന്ന് ഷേപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ ഒരു ഷെല്ല് പോലെ അല്ലെങ്കിൽ ഒരു കവറിങ് പോലെ വെനീഴ്സ് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഇത് പൊട്ടിപ്പോകാനൊക്കെയുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ നമ്മൾ ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റ് കെയർ എന്തായാലും വേണം. അതായത് പെട്ടെന്ന് നമ്മളിപ്പം ഫ്രണ്ടിൽ വെച്ച് കടിച്ച് വലിക്കുക, ആപ്പിൾ പോലുള്ള ഭക്ഷണങ്ങൾ കടിച്ച് വലിക്കുക, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അത് ഈവൻ നമ്മുടെ നോർമൽ ടീത്തിലാണെങ്കിൽ പോലും അങ്ങനെ കടിക്കാതിരിക്കുന്നതിനാണ് പല്ലിന്റെ ആരോഗ്യത്തിന് നല്ലത്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് പാക്കറ്റ് വലിച്ച് കടിച്ച് പൊട്ടിക്കുക, ഇങ്ങനെയുള്ളതൊക്കെ വെനീറിംഗ് ചെയ്തവരിൽ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറയാറുണ്ട്. വെനീറിംഗ് അല്ലാതെ തന്നെ ലൂമിനേഴ്സ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട്. അതാണെങ്കിൽ നമ്മൾ ഒട്ടും തന്നെ പല്ല് ഷേപ്പ് ചെയ്യുകയൊന്നും ചെയ്യാതെ അതിന്റെ പുറത്തായിരിക്കും ചെയ്യുന്നത്. പക്ഷെ ഇത് എല്ലാ പേഷ്യൻസിലും ചെയ്യാൻ സാധിക്കില്ല. ലൂമിനസ് വെനീഴ്സിന്റെ കാട്ടിൽ കുറെ കൂടി തിന്നായിരിക്കും. രണ്ടും ഈസ്തെറ്റിക്കലി കാണാൻ ഏകദേശം ഒരുപോലെ തന്നെ ആയിരിക്കും. പക്ഷെ നമ്മൾ കുറച്ചും കൂടി ലൂമിനേഴ്സിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. മറ്റു കുറച്ച് ഫാക്ടേഴ്സും ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ ലൂമിനേഴ്സിലോട്ട് പോകാറുള്ളത്. ലൂമിനസിന് പൊതുവെ നമ്മൾ ഒരു മൈൽഡ് ആയിട്ടുള്ള പ്രിപ്പാണ് ചെയ്യാറുള്ളത്. വെനീറിംഗിന്റെ അത്രയും കൂടി പ്രിപ്പ് പോലും ചെയ്യാറില്ല. വെനീഴ്സിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി തിന്നായിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ ചില കേസിൽ വെനീറിംഗിനെ കാട്ടി കൂടുതൽ ആപ്റ്റ് ആയിട്ടുള്ളത് ലൂമിനേഴ്സ് ആയിരിക്കും. അത് ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഏത് വേണം എന്നുള്ളത് നമുക്ക് അതനുസരിച്ച് ഡിസൈഡ് ചെയ്യാവുന്നതാണ്. ഈ
സ്മൈൽ മേക്ക് ഓവർ ചെയ്യുമ്പോൾ വെനീറിങ്ങിന്റെ ഷേപ്പ് നമ്മൾ മാക്സിമം നോർമൽ അനാറ്റമിയിലും പേഷ്യന്റിന്റെ ഫേസിലും അതുപോലെ പേഷ്യന്റിന്റെ സ്കിൻ കളർ, പേഷ്യന്റിന്റെ ലിപ്പിന്റെ ഷേപ്പ് ഇതൊക്കെ ഡിസൈഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പല്ലിന്റെ ഷേപ്പ് എങ്ങനെ വേണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. ചില ആൾക്കാർക്ക് ഇപ്പോൾ ഓവറായിട്ട് വീതിയുള്ള പല്ലുകളായിരിക്കും. അപ്പോൾ നമ്മൾ ഈ വെനീറിങ് ചെയ്യുമ്പോൾ നമ്മൾ അതിന് കുറച്ചുകൂടി ഒരു ലെങ്ത് ഒക്കെ ഇൻക്രീസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ വിഡ്ത്ത് അധികം നമുക്ക് ഫീൽ ചെയ്യില്ല. അത് പേഷ്യന്റിന്റെ ഫേസ് ലെങ്ത്തും അതുപോലെ തന്നെ പേഷ്യന്റിന്റെ മറ്റ് ഫേഷ്യൽ ഫീച്ചേഴ്സിലൂടെ ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ അങ്ങനെയുള്ള ലെങ്ത് കൂട്ടണോ അതുപോലെ വിഡ്ത്ത് കൂട്ടണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്. അതുപോലെ എത്ര പല്ലിൽ ഇതുപോലെ വെനീറിങ് ചെയ്യണം എന്നുള്ളത്, ഇതിന്റെ ഇടയ്ക്ക് എത്ര സ്പേസ് ഉണ്ട്, അത് എങ്ങനെ നമുക്ക് ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എടുക്കാൻ പറ്റും എന്നുള്ളതൊക്കെ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് ഓരോ പേഷ്യന്റിനെ അനുസരിച്ച് ഡിഫറെൻ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. വെനീറിങ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞ പോലെ ഇതുപോലെ പല്ലിന്റെ ഫ്രണ്ട് വശം ഒന്ന് ഷേപ്പ് ചെയ്തതിന് ശേഷം ആ ഭാഗത്ത് നമ്മളൊരു അളവെടുത്തിട്ട് നമ്മൾ ലാബിൽ സെൻഡ് ചെയ്തിട്ട് അവിടെ നിന്ന് നമുക്ക് വെനീറിങ് ക്രൗണുകൾ ലാബിൽ പ്രിപ്പയർ ചെയ്ത് വരികയാണ് ചെയ്യാറുള്ളത്. ഇതൊരു രീതി. രണ്ടാമതൊരു രീതി നമ്മൾ ക്ലിനിക്കുകളിൽ തന്നെ ബിൽഡപ്പ് ചെയ്യുന്ന കോമ്പോസിറ്റ് വെനീറിങ് ഉണ്ട്. പക്ഷെ കോമ്പോസിറ്റ് വെനീറിങ്ങിന് ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ളൊരു സാധ്യത കൂടുതലാണ്. മറ്റേ ലാബിൽ പ്രിപ്പയർ ചെയ്യുന്ന വെനീറിങ്ങിനെ അപേക്ഷിച്ച് കോമ്പോസിറ്റ് വെനീറിങ് പൊട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. അത് മാത്രമല്ല ലാബിൽ പ്രിപ്പയർ ചെയ്യുന്ന വെനീറിങ്ങിന് കുറച്ചും കൂടി ഒരു പെർഫെക്ഷൻ ഉണ്ടായിരിക്കും. വെനീറിങ് നമ്മൾ രണ്ട് രീതിയിൽ ചെയ്യാറുണ്ട്. ഒന്ന് പോർസലിൻ വെനീർ, അത് നമ്മൾ ലാബിൽ കൊടുത്തുവിട്ട് നമ്മൾ ഇതുപോലെ പ്രിപ്പ് ചെയ്തതിന് ശേഷം പേഷ്യന്റിനുമായിട്ട് ഡിസ്കസ് ചെയ്ത് അവർക്ക് ഷേപ്പ് കളർ ഒക്കെ ഡിസൈഡ് ചെയ്തതിന് ശേഷം നമ്മൾ ലാബിൽ ഈ അളവ് ഇംപ്രഷൻ സെൻഡ് ചെയ്തിട്ട് ഓരോ പേഷ്യന്റും കസ്റ്റമൈഡ് ആയിട്ടുള്ള വെനീറിങ്ങുകൾ ചെയ്തിട്ട് നമ്മൾ അത് ഫിക്സ് ചെയ്യാറാണുള്ളത്. അത് സിമെന്റ് വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. ഇതങ്ങനെ പെട്ടെന്നൊന്നും ഇളകി വരാറില്ല. അത്യാവശ്യം വേണ്ട കെയർ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ പൊട്ടിപ്പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. പേഷ്യന്റിന്റെ പല്ലിന്റെ നിറം, അതുപോലെ നീളം, സൈസ്, സ്പേസ് ഇതൊക്കെ നമുക്ക് വെനീറിങ് വെച്ചിട്ട് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടും വെനീറിങ് വെച്ച് ഇംപ്രൂവ് ആക്കാനും സാധിക്കും. പ്രത്യേകിച്ച് അറബ് പേഷ്യൻസിനൊക്കെ നമുക്ക് ഒരുപാട് വൈറ്റ് ആയിട്ടുള്ള ടീത്ത് ആയിരിക്കും ഇഷ്ടം. അപ്പോൾ അവരെപ്പോഴും പ്രിഫർ ചെയ്യുന്നത് പേപ്പർ വൈറ്റ് ആയിട്ടുള്ള പല്ലുകളായിരിക്കും. പക്ഷെ ഇന്ത്യൻസിന് അത്രയും വൈറ്റ് ആയിട്ടുള്ള പല്ലുകൾ ഇഷ്ടമാവാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഡോക്ടറുമായിട്ട് ഷെയ്ഡ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഏത് ഷെയ്ഡിലോട്ട് പോകാം എന്നുള്ളത് ഡിസൈഡ് ചെയ്യാം. പിന്നെ അടുത്തുള്ള പല്ലുകളുടെ നിറവും നമ്മൾ മാച്ചിങ് നോക്കും. കാരണം ഇല്ലെങ്കിൽ ഇത് ഭയങ്കര ഇപ്പോൾ ഒരു വെനീറിങ് മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ അത് ഭയങ്കര ഓക്വേർഡ് ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷെയ്ഡ് മാക്സിമം മാച്ച് ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മൾ ചെയ്യുക. ഇനി അതല്ല ഇനാമൽ ഡിഫക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഡെന്റൈൻ ഡിഫക്റ്റ് ഉണ്ട്, പല്ലിന്റെ പൊതുവായിട്ടൊരു മഞ്ഞ നിറമുണ്ട്, അത് മൊത്തത്തിൽ മാറ്റാനാണെങ്കിൽ എക്സ്ട്രീംലി ഡിഫറെന്റ് ആയിട്ടുള്ള ഷെയ്ഡിൽ നമ്മൾ ചെയ്യാറുണ്ട്. വെനീറിങ് ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ പല്ലിന്റെ പുറമെയുള്ള ഭാഗങ്ങളൊന്ന് ഷേപ്പ് ചെയ്തതിന് ശേഷം ലാബിൽ നമ്മൾ ഈ അളവ് വിടുന്നു. അത് കഴിഞ്ഞ് ലാബിൽ നിന്ന് നമ്മുടെ വെനീറിങ് ചെയ്ത് വന്നിട്ട് നമ്മൾ ആ ഭാഗത്ത് സിമെന്റ് വെച്ച് ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് പെർമനന്റ് ഫിക്സേഷൻ ആണ്. അങ്ങനെ പെട്ടെന്നൊന്നും ഇളകി വരുമൊന്നുമില്ല. ഇൻ കേസ് ഇളകി വന്നാലും നിങ്ങൾക്ക് ഡോക്ടറുടെ അടുത്ത് പോയിട്ട് അത് റീഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈച്ച് പല്ലിന് നമ്മൾ യൂഷ്വലി വേറെ വേറെ വെനീർ ആയിട്ട്, അതായത് ഓരോ സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് ചെയ്യാറുള്ളത്. അപ്പോൾ സിംഗിൾ യൂണിറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ അഡ്വാൻറ്റേജ് ഏതെങ്കിലും ഒരു വെനീറിങ് പൊട്ടിയാൽ തന്നെ ആ ഒരു വെനീർ മാത്രം നമുക്ക് റീപ്ലേസ് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെയുള്ള രീതിയിലുള്ള ഇത് ട്രീറ്റ്മെന്റുകളും നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ സ്മൈൽ കറക്ഷന് അലൈനേഴ്സ് കൊടുക്കാറുണ്ട്. മേ ബി അബ്രോഡ് പോകുന്ന പേഷ്യന്റ് ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ചെറിയൊരു മൈനർ കറക്ഷനേ ഉള്ളൂ, അല്ലെങ്കിൽ നോർമൽ ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെന്റ്, അതായത് നമ്മൾ മുത്തൊട്ടിച്ച് ചെയ്യുന്ന പല്ലിൽ കമ്പി ഇടുന്ന ട്രീറ്റ്മെന്റിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി എക്സ്പെൻസീവ് ആയതുകൊണ്ട് ഇത് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റണം എന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ ക്ലിയർ അലൈനേഴ്സ് വേണ്ട കേസിന് മാത്രം, അത് ഒരുപാട് കറക്ഷൻസ് നമുക്ക് ചെയ്യാൻ സാധിക്കില്ല ക്ലിയർ അലൈനേഴ്സിൽ. അപ്പോൾ അത് അങ്ങനെയുള്ള ആപ്റ്റ് ആയിട്ടുള്ള കേസിൽ നമ്മൾ ക്ലിയർ അലൈനേഴ്സ് കൊടുക്കാറുണ്ട്. ഇപ്പോൾ ക്ലിയർ അലൈനറിനെ പറ്റിയിട്ട് ഞാനൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും പോയിട്ട് വീഡിയോ കാണുക. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തേക്കാം, മേളിൽ ഐ കാർഡിലും കൊടുത്തേക്കാം. പിന്നെയുള്ളൊരു ഓപ്ഷനാണ് ഫിക്സ്ഡ് ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെന്റ്. നമ്മൾ സാധാരണ മുത്തിട്ട് പല്ല് കമ്പി ഇടുന്ന രീതി. ഇതിൽ തന്നെ നമുക്ക് ഗമ്മി സ്മൈലും ഒരു പരിധി വരെയൊക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. പക്ഷെ ചില ആൾക്കാരിൽ ഓവറായിട്ട് ജോയിൽ ഗ്രോത്ത് ഉണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ നമുക്ക് ഗമ്മി സ്മൈൽ ഓർത്തോയിൽ നമുക്ക് മിനി ഇംപ്ലാന്റ്സ് ഒക്കെ ഇട്ടിട്ട് പുള്ളി ചെയ്ത് നമുക്ക് ഗമ്മി സ്മൈൽ കുറയ്ക്കാൻ സാധിക്കും. പക്ഷെ എന്നാൽ ചില കേസിൽ ഭയങ്കര സിവിയർ ആയിട്ട് മോണയ്ക്ക് പൊക്കമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള കേസിൽ നമ്മൾ ചെയ്യുന്നത് സർജിക്കൽ കറക്ഷൻ ആണ്. അത് ഡയറക്റ്റ് നമ്മൾ സർജറി ചെയ്ത് തന്നെ താടിയലിന്റെ നീളം കുറയ്ക്കാനൊക്കെ സാധിക്കും. സ്മൈൽ മേക്ക് ഓവർ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം പേഷ്യന്റ് ഒരു ഇംപ്രഷൻ എടുത്ത്, അതായത് പേഷ്യന്റ് ഒരു അളവെടുത്ത് ലാബിൽ വിട്ടിട്ട് ഒരു 3D പ്രിന്റ്, അതായത് ഇതിന്റെ ആഫ്റ്റർ എങ്ങനെയായിരിക്കും എന്നുള്ളത് ഒരു 3D പ്രിന്റ് മോഡൽ നമ്മൾ ചെയ്യിക്കാറുണ്ട് പലപ്പോഴും. ഇൻ കേസ് പേഷ്യന്റിന് ടൈം ഇല്ല, അങ്ങനെയുള്ള ഒരു സാഹചര്യമാണെങ്കിൽ നമ്മൾ ഇതുപോലെ 3D പ്രിന്റിങ്ങിനൊന്നും നിൽക്കാറില്ല, ഡയറക്റ്റ് തന്നെ നമ്മൾ ലാബിൽ നിന്ന് വെനീറിങ് ചെയ്ത് വരുത്തിക്കാറുണ്ട്. പിന്നെ ഇതുമല്ലാതെ നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പല സോഫ്റ്റ്വെയറുകളും ഇപ്പോൾ അവൈലബിൾ ആണ്. പോസ്റ്റും പ്രീയും എങ്ങനെയായിരിക്കും പോസ്റ്റ് എഫക്റ്റ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പല സോഫ്റ്റ്വെയറുകളും ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെയുള്ള
അങ്ങനെയുള്ളപ്പോഴൊക്കെ നമ്മൾ പേഷ്യൻറ്റിനെ റീകോൾ ചെയ്തിട്ട് എങ്ങനെയായിരിക്കും ആഫ്റ്റർ എഫക്റ്റ് എന്നുള്ളത് നമുക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പലപ്പോഴും സാധിക്കാറുണ്ട്. പേഷ്യൻറ്റിനെ റീകോൾ ചെയ്തിട്ട് അവർക്ക് ഓക്കെ ആണ്, ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് വരാൻ പോകുന്നത്, ഇന്ന ഷെയ്ഡ് ആയിരിക്കും നിങ്ങളുടെ പല്ല്, ഇതൊക്കെ കാണിച്ചു കൊടുത്ത് പേഷ്യൻ്റ് ഓക്കെ ആണെങ്കിൽ നമ്മൾ ആ ട്രീറ്റ്മെൻറ്റുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യാറുള്ളത്. പിന്നെ ഇത് പൊട്ടിപ്പോകുമോ എന്ന് പലർക്കും ഭയങ്കര സംശയമാണ്. ഇതങ്ങനെ എളുപ്പമൊന്നും പൊട്ടിപ്പോകില്ല. നമ്മളൊരു ടൈല് സിമെന്റ് ചെയ്ത് വെക്കുന്ന പോലെ തന്നെ നമ്മൾ പല്ലിൽ ഇത് ഒട്ടിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ആയിരിക്കും ഇരിക്കുക. ഇതൊരു സിംഗിൾ, അതായത് പല്ലുമായിട്ട് ഇത് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതൊരു സിംഗിൾ ബ്ലോക്ക് ആയിട്ട് തന്നെയാണ് ആക്ട് ചെയ്യുക. പക്ഷെ ഓഫ് കോഴ്സ് നമ്മളിത് ആഫ്റ്റർ കെയർ അത്യാവശ്യമാണ്. ഡോക്ടറുടെ നിർദ്ദേശങ്ങളൊക്കെ തീർച്ചയായിട്ടും പാലിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഒന്നും കടിച്ചു വലിച്ച് തുറക്കാനൊന്നും പാടില്ല. ഇപ്പോൾ ബിയർ ബോട്ടിൽ അതുപോലെയുള്ള ബോട്ടിൽസ് ഒക്കെ കടിച്ച് പൊട്ടിക്കാറുണ്ട് ആൾക്കാർ. അപ്പോൾ അങ്ങനെ പൊട്ടിക്കുമ്പോൾ നമ്മുടെ നോർമൽ പല്ല് പോലും പൊട്ടിപ്പോകാറുണ്ട്. അപ്പോൾ വെനീറിങ് അതിൻ്റെ കൂടെ നോക്കുമ്പോൾ പൊട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുപോലെ തന്നെ ഫ്രണ്ടിൽ വെച്ച് പ്ലാസ്റ്റിക് പാക്കറ്റ് കടിച്ച് പൊട്ടിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. പെൻ കടിച്ച് തുറക്കുക, ടിന്നുകൾ കടിച്ച് തുറക്കുക, ഇതൊന്നും ചെയ്യാൻ പാടില്ല. കാരണം ഇതൊക്കെ ഈവൻ നമ്മുടെ നാച്ചുറൽ ടൂത്ത് ആണെങ്കിലും പോലും പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ചിലർക്ക് സ്മൈൽ മേക്ക് ഓവറിന്റെ ആവശ്യമൊന്നും വരാറില്ല. അവർ ചിലപ്പോൾ സ്മൈൽ മേക്ക് ഓവറിനായിരിക്കും വന്നിട്ടുണ്ടാവുക, പക്ഷെ അവർക്ക് ജസ്റ്റ് ക്രൗണിൽ, അതായത് പല്ലിന്റെ മേൽവശത്ത് മോൺ ഓവറായിട്ട് വളർന്നിരിക്കുന്നതായിരിക്കും ഒരു പ്രശ്നം. അപ്പം നമ്മൾ ഇതിന് ക്രൗൺ ലെങ്തനിങ് ആണ് ചെയ്ത് കൊടുക്കുക. അതായത് ക്രൗൺ ജിഞ്ചേവ ഇതുപോലെ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കും. ഇത് ലേസറായിട്ടും സർജിക്കലായിട്ടും നമുക്ക് ചെയ്യാൻ സാധിക്കും. അത് പേഷ്യൻറ്റിൻ്റെ നീഡ് അനുസരിച്ച് നമ്മൾ സർജിക്കലായിട്ടോ അല്ലെങ്കിൽ ലേസർ ഉപയോഗിച്ചോ നമുക്ക് ഇങ്ങനെ ഗം കോണ്ടോറിങ് ഒക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഗമ്മി സ്മൈലിനെ പറ്റിയിട്ട്, അതായത് മോണ ചിരിക്കുമ്പോൾ അമിതമായി കാണുന്നതിനെ പറ്റിയിട്ട് ഞാനൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ കാണാത്തതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയിട്ട് ആ വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അതുപോലെ തന്നെ എൻ്റെ ഐ കാർഡിലും പിൻ ചെയ്തേക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഗമ്മി സ്മൈൽ ഒരു പരിധി വരെ നമുക്ക് ഓർത്തോ, അതായത് കമ്പി ഇട്ടിട്ട് താഴ്ത്തിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പക്ഷെ ഒരു പരിധിയിൽ കൂടുതൽ ഉള്ള മോണ പൊങ്ങലുണ്ടെങ്കിൽ നമുക്ക് സർജിക്കൽ കറക്ഷൻ തന്നെയായിരിക്കും ബെറ്റർ. പിന്നെ അതുപോലെ തന്നെ സർജിക്കൽ കറക്ഷൻ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് ഉണ്ടാകും. ഓർത്തോ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കാലതാമസമുണ്ട്. അതായത് കമ്പി ഇട്ടിട്ട് ഇത് ബാക്കിലോട്ട് പുള്ളി ചെയ്യേണ്ട ഒരു സമയം, ഒരു കാലതാമസം എന്തായാലും ഓർത്തോ ട്രീറ്റ്മെന്റിലുണ്ടാവും. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ളൊരു സർജിക്കൽ പ്രൊസീജിയറിലോട്ട് പോകുന്നതായിരിക്കും കുറച്ച് ബെറ്റർ. പക്ഷെ ഇതും പേഷ്യൻറ്റിൻ്റെ അവസ്ഥ അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഡിസൈഡ് ചെയ്യുക. അതുപോലെ തന്നെ ചുണ്ടും വലിയൊരു ഫാക്റ്റാണ്. ചിലർക്ക് ഭയങ്കര ഇൻകോമ്പിറ്റൻറ്റ് ചുണ്ടായിരിക്കും. അതായത് വാ ഫോഴ്സ് ചെയ്ത് അടയ്ക്കേണ്ട ഒരു സ്ഥിതിയൊക്കെ വരാറുണ്ട്. അതായത് ചുണ്ട് ഭയങ്കര വലിപ്പക്കുറവ് കാരണം സ്മൈൽ കറക്റ്റ് ആവാതെ, അല്ലെങ്കിൽ ചുണ്ടിന് ഒരു ചെറിയ ലിപ്സ് കാരണം സ്മൈൽ ഒരു ഭംഗിയില്ലാതെ ആൾക്കാർക്ക് തോന്നാറുണ്ട്. അപ്പം അങ്ങനെ തോന്നുന്നവർക്ക് നമുക്ക് ഇപ്പോൾ ബോട്ടോക്സ് അല്ലെങ്കിൽ ലിപ് ഫില്ലേഴ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതല്ല, നിങ്ങൾക്ക് ലിപ്പിന് വലിപ്പം കൂടുതലാണെങ്കിൽ അതിനും നമുക്ക് സർജിക്കൽ കറക്ഷനൊക്കെ അവൈലബിൾ ആണ്. പിന്നെ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇതിന്റെ കോസ്റ്റ് എത്രയാണെന്നുള്ളത്. വെനീറിങ്ങിന്റെ ഏകദേശ കോസ്റ്റ് ഒരു 8,000 തൊട്ട് മേളിലോട്ടായിരിക്കും. നമ്മൾ ഏത് വെനീറിംഗ് ആണ് ചൂസ് ചെയ്യുന്നത് എന്നുള്ളതനുസരിച്ച് ഇത് ഡിപ്പെൻഡ് ചെയ്ത് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ വെനീറിങ്ങിന് ഏകദേശം ഒരു കോസ്റ്റ് 8,000 തൊട്ടാണ് പെർ ടൂത്തിന് വരാറുള്ളത്. അതുപോലെ തന്നെ നമ്മൾ അലൈനേഴ്സിന്റെ ട്രീറ്റ്മെന്റ് കോസ്റ്റ് എന്ന് പറയുന്നത് എത്ര ട്രേ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതനുസരിച്ചിട്ടാണ്. ഒരാളുടെ കറക്ഷൻ ഇപ്പോൾ 25 ട്രേ മതി എന്നുണ്ടെങ്കിൽ അയാൾക്കുള്ള റേറ്റ് ആയിരിക്കില്ല ഒരു 35 ട്രേ കറക്ഷൻ വേണ്ട ഒരാളുണ്ടാവുക. അതായത് നമ്മൾ അലൈനേഴ്സിൽ ഒരു സെറ്റ് ഓഫ് ട്രേസ് ഉപയോഗിച്ചാണ് കറക്റ്റ് ചെയ്യുന്നത്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അത് കാണുമ്പോൾ അത് മനസ്സിലാവും. അപ്പോൾ ആ എത്ര സെറ്റ് ഉപയോഗിക്കുന്നു എന്നുള്ള അനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ ചാർജ് വരുന്നത്. അതുപോലെ തന്നെ ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെന്റ് പല ടൈപ്പും ഉണ്ട്. അത് അലൈനേഴ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഓർത്തഡോണ്ടിക്, അതായത് പല്ലിൽ മുത്തൊട്ടിച്ച് കമ്പി ഇടുന്ന ട്രീറ്റ്മെന്റ് മറ്റതിനെ വെച്ചിട്ട് കുറച്ചുകൂടെ ഇൻഎക്സ്പെൻസീവ് ആണ്. അതായത് അത് അത്രയും റേറ്റ് വരത്തില്ല. കോമ്പോസിറ്റ് വെനിയർ നമ്മൾ ക്ലിനിക്കുകളിൽ തന്നെ ചെയ്യുന്നതാണ്. ഇത് കുറച്ചും കൂടി പോർസിലിൻ വെനിയറിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി അഫോർഡബിൾ ആണ്. പക്ഷെ കുറച്ചുകൂടെ പെർഫെക്ഷനും കുറച്ചും കൂടി കാണാൻ ഭംഗിയും, രണ്ടും കാണാൻ ഭംഗിയാണ്. പക്ഷെ കുറച്ചും കൂടി ഞാൻ പ്രിഫർ ചെയ്യുന്നത് പോർസിലിൻ വെനിയറുകളാണ്. പോർസിലിൻ വെനിയറിംഗ് ആണ് കുറച്ചും കൂടി ലോങ് ലാസ്റ്റിംഗ് ആണ്. അതുപോലെ തന്നെ പെട്ടെന്നൊന്നും അങ്ങനെ പൊട്ടിപ്പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പം ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യാറുള്ളത് പോർസിലിൻ വെനിയറിംഗ് ആണ്. പക്ഷെ കേസ് അനുസരിച്ചും പേഷ്യന്റിന്റെ നീഡ് അനുസരിച്ചും നമ്മൾ 2 വെനിയറിംഗും ചെയ്യാറുണ്ട്. സ്മൈൽ കറക്ഷൻ ചെയ്യാൻ ആഗ്രഹമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ വേണ്ടി തീർച്ചയായിട്ടും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.